തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറക്കുന്നതിനിടെ എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ വലിയ രീതിയിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നതായി വ്യോമയാന വിദഗ്ധൻ ജേക്കബ് കെ ഫിലിപ്പ്. 13 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റ ഈ അപകടത്തിന്റെ കൃത്യമായ സമയത്തെക്കുറിച്ചോ അത് സംഭവിച്ച സ്ഥലത്തെക്കുറിച്ചോ മാധ്യമ റിപ്പോർട്ടുകളിലും വ്യക്തതയില്ല. 2 സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിൽ വിമാനം അപ്രതീക്ഷിതമായി 300 അടിയോളം താഴേക്ക് പതിച്ചതാണ് എയർ ഇന്ത്യ വിമാനത്തിലെ അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമാണ്. എന്നാൽ അപകടം എവിടെ വച്ചാണ്, ഏതു നേരത്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. സാധാരണ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമാണോ, അതോ സാങ്കേതിക തകരാറുകൾ മൂലം വിമാനത്തിന്റെ മൂക്ക് താഴേക്ക് കുതിച്ചതാണോ ഈ പെട്ടെന്നുള്ള പതനത്തിന് വഴിവെച്ചത് എന്നറിയാൻ വിശദമായ അന്വേഷണം അത്യാവശ്യമാണ്. ജേക്കബ് കെ ഫിലിപ്പിന്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. വിമാന ട്രാക്കിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പരിശോധിച്ചാൽ വിമാനം മിക്ക സമയത്തും 34,000-37,000 അടി ഉയരങ്ങളിൽ സമാധാനപരമായി പറന്നതായി കാണാം. രാവിലെ 10 മണിക്ക് ശേഷം ഡൽഹി ലക്ഷ്യമാക്കി താഴാൻ തുടങ്ങിയ വിമാനം 10:40-ന് മധുരയ്ക്ക് മീതെയും തുടർന്ന് 11:07 ഡൽഹിയിലും സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. എന്നാൽ റിപ്പോർട്ടുകളിൽ പറയുന്ന 300 അടിയുടെ പെട്ടെന്നുള്ള പതനം ഇതിൽ ദൃശ്യമല്ല. ADS-B വഴി അര സെക്കൻഡ് ഇടവിട്ട് അയക്കുന്ന വിവരങ്ങളിൽ നിന്ന് 2 മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡേറ്റകൾ മാത്രമാണ് ട്രാക്കിംഗ് സൈറ്റുകൾ ശേഖരിച്ചു കാണിക്കുന്നത്. അതിനാൽ നൊടിയിട കൊണ്ട് സംഭവിച്ച 300 അടിയുടെ താഴലും ഉയരലും ഫ്ലൈറ്റ് റഡാറിൽ രേഖപ്പെടുത്തണമെന്നില്ല. സംഭവം എന്ന് നടന്നു എന്നതിനെക്കുറിച്ച് നിലവിലുള്ള മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി 3 സാധ്യതകളാണ് ഉയർന്നു വരുന്നത്. കാപ്പി തെറിച്ചുപോയ സംഭവം. കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന യാത്രക്കാരൻ മുകളിലേക്ക് തെറിച്ചു വീണു എന്ന വിവരം അനുസരിച്ച് ഇത് ലാൻഡിങ്ങിന് ഏറെ മുമ്പ് ക്രൂസിംഗ് ഉയരത്തിൽ സംഭവിച്ചതാകാം. ലാൻഡിങ്ങിനായി വിമാനം താഴുന്ന ഘട്ടത്തിൽ യാത്രക്കാർക്ക് കാപ്പി വിതരണം ചെയ്യാറില്ല. ഡൽഹിക്ക് 10-15 മിനിറ്റ് മുമ്പ്. അപകടത്തിന് ശേഷം വിമാനം ലക്നൌവിലേക്ക് തിരിച്ചു വിട്ടേക്കുമെന്ന് കരുതിയ യാത്രക്കാരോട് ഡൽഹിയിലേക്ക് ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്ന് പൈലറ്റ് അറിയിച്ചതായി പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 10:47 പൽവാലിന് വടക്ക് 12,025 അടി ഉയരത്തിൽ പറക്കുമ്പോഴാകാം അപകടമുണ്ടായത്. എന്നാൽ ഇത്രയും കുറഞ്ഞ ഉയരത്തിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട സമയത്ത് 13 പേർക്ക് പരിക്കേറ്റത് എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാക്കുന്നു. ക്രൂസിംഗ് ഉയരത്തിൽ വെച്ച് വിമാനം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ റേവയ്ക്ക് വടക്ക് 36,000 അടിയിൽ പറക്കുമ്പോഴോ ആകാം അപകടം നടന്നതെന്നും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാത്രക്കാർ സീറ്റിൽ നിന്ന് ഉയർന്ന് സീലിംഗിൽ പോയി അടിക്കണമെങ്കിൽ നെഗറ്റീവ് ജി ഫോഴ്സ് അനുഭവപ്പെടണം. വായുവിന്റെ ചലനം മൂലം വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുമ്പോൾ ജഡത്വം കാരണം യാത്രക്കാർ മുകളിലേക്ക് ഉയരുന്നു. തൊട്ടടുത്ത നിമിഷം പൈലറ്റ് വിമാനത്തെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ വീണ്ടും താഴേക്ക് പതിക്കുകയും ചെയ്യും. ഈ ഇരട്ട എറിയപ്പെടലാണ് അപകട തീവ്രത കൂട്ടുന്നത്. വിമാനം 2 സെക്കൻഡിനുള്ളിൽ 300 അടി താഴേക്ക് പതിച്ചു എന്ന വിവരം വിമാനം ലാൻഡ് ചെയ്ത ശേഷം ടെക്നീഷ്യന്മാർ ക്വിക്ക് ആക്സസ് റെക്കോർഡറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് DGSAക്ക് കൈമാറിയ റിപ്പോർട്ടിൽ നിന്നാകാം മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. കേവലം പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കൊണ്ട് മാത്രമാണോ, അതോ പൈലറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനത്തിന്റെ മൂക്ക് താഴേക്ക് കുതിച്ചതാണോ അപകടമുണ്ടാക്കിയത് എന്ന് നിർണ്ണയിക്കാൻ വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.